ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അമ്മ മോനിക്ക കാത്തിരുന്നപ്പോൾ അവൾ അറിഞ്ഞില്ല സ്വർഗം 2 വിശുദ്ധരെ പണിയുകയാണെന്ന്. ആഫ്രിക്കയിലെ തഗാസ്തയിൽ ജനിച്ച വിശുദ്ധ അഗസ്തീനോസിന് നല്ല ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചെങ്കിലും ജ്ഞാനസ്നാനത്തിന് അവിശ്വാസിയായിരുന്ന പിതാവ് സമ്മതിച്ചിരുന്നില്ല. പഠനത്തിൽ സമർത്ഥനായിരുന്ന അദ്ദേഹം മാനിക്കേയ മതത്തിൻ്റെ പ്രചാരകനായി മാറി. 15 വയസ്സ് മുതൽ വളരെ മോശം സ്വഭാവത്തിൽ ജീവിച്ച് അതിലൊരു കുട്ടിയുമുണ്ടായി. ദൈവം നൽകിയത് എന്നർത്ഥം വരുന്ന അദയോദാത്തസ് എന്ന മകന് പേരിട്ടു. പ്രസംഗകലയിൽ വിദഗ്ധനായിരുന്ന അദ്ദേഹം മിലാനിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടുത്തെ മെത്രാനും നല്ലൊരു പ്രാസംഗികനുമായിരുന്ന വിശുദ്ധ അംബ്രോസിനെ കണ്ടുമുട്ടി അവരാത്മസുഹൃത്തുക്കളായി. ആ ബന്ധം അഗസ്റ്റിൻ്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ സഹായിച്ചു. ഒരിക്കൽ എടുത്തു വായിക്കുക എന്ന ഒരു കുട്ടിയുടെ സ്വരം അദ്ദേഹത്തെ റോമാലേഖനം 13-ാം അധ്യായം 13-14 വചനങ്ങൾ വായിക്കാൻ പ്രേരിപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. തൻ്റെ 33-ാം വയസ്സിൽ അഗസ്റ്റിനും മകനും ഒരു ഉയർപ്പ് തിരുനാളിൽ വിശുദ്ധ അംബ്രോസിൻ്റെ കരങ്ങളിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പിന്നീട് വൈദികനായി മെത്രാനായി അഗസ്റ്റീനിയൻ സഭ സ്ഥാപിച്ചു. 100-ലേറെ പുസ്തകങ്ങളും രചിച്ചു. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനും വേദപാരംഗതന്മാരുടെ വേദപാരംഗതനുമായ വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയാണ് കൺഫെഷൻ എന്ന ബുക്ക്. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട കൃതിയാണ് ദൈവനഗരം, മാസ്റ്റർ പീസായ ട്രിനിറ്റി. ഇവയെല്ലാം സഭയുടെ വലിയ മുതൽക്കൂട്ടാണ്. ഏതൊരു കൊടുംപാപിയെയും വിശുദ്ധനാക്കാൻ ഓരോ ഇടവഴിയിലും ദൈവം കാത്തിരിപ്പുണ്ട് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം നമുക്ക് ഉറപ്പു തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.